കുപ്പി ഫുള്ളാണെന്ന് വെച്ചോ, ദർ ഇസ് നോ മോർ, ഒരു ഡ്രോപ്പ് വെള്ളം പോലും ഇല്ലാതെ നമ്മൾ ശരിക്കും കുപ്പി അടച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് കുടിക്കി കഴിഞ്ഞാൽ വെള്ളം മൂവ് ആകുമോ? ഇല്ല. എന്തുകൊണ്ടാണ് മൂവ് ആകുന്നത്? ദർ ഇസ് സ്പേസ്. ഇതേപോലെ തന്നെ എന്താ നമ്മുടെ എല്ലാ അസമാധാനത്തിന്റെയും അസംതൃപ്തിയുടെയും ഒക്കെ കാര്യം എന്നറിയാമോ? ആത്മാവ് അവിടെ ഫില്ലാകാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് എന്തെങ്കിലും കാര്യത്തിൽ നമുക്ക് അസംതൃപ്തി ഉണ്ടെങ്കിൽ ഉടനെ പറയണം, കർത്താവേ എനിക്ക് കൂടുതൽ ആത്മാവിനെ വേണം. കാര്യം ചില സ്പേസ് കിടപ്പുണ്ട്, അതുകൂടെ നടക്കണം. അസംതൃപ്തി വരുന്നു, എനിക്ക് ഒരു സങ്കടം വരുന്നു, എനിക്കൊരു ദേഷ്യം വരുന്നു, എനിക്കൊരു കയ്പ് വരുന്നു. കർത്താവേ എനിക്ക് ഒരാളോട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, പക വരുന്നു. അപ്പൊ എന്തോ ചെയ്യണം? കർത്താവേ എനിക്ക് ആത്മാവിനെ വേണം. അപ്പൊ ജീവിതത്തിൽ എപ്പോഴൊക്കെ ഇൻഫില്ലിങ് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു, അന്നേരം എല്ലാം എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം? ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അസംതൃപ്തി ഉണ്ടാകുമ്പോൾ, ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് എന്നാലും അവൾ എന്നോടത് പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അത് കയറി വരാൻ കാര്യം എന്താണെന്ന് അറിയാമോ? ആത്മാവ് ഫുള്ളല്ല. കർത്താവേ ഉടനെ മുട്ടുകുത്തിക്കണം, കർത്താവേ ഇടയ്ക്ക് ഇച്ചിരി സ്പേസ് കിടപ്പുണ്ട്, അവിടെ കൂടെ ഒന്ന് നിറയ്ക്കണേ. അങ്ങനെ ആത്മാവിനാൽ നമ്മളെ തന്നെ ഫില്ല് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പീസ്ഫുൾ ആയിരിക്കും. ദൈവരാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയാമോ? ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല. ദൈവരാജ്യം ചുരിദാറും ചില്ലി ചിക്കനും അല്ല. ദൈവരാജ്യം ഈ പറയുന്ന സാധനങ്ങളൊന്നുമല്ല. ദൈവരാജ്യം എന്താണ്? ദൈവരാജ്യം നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും. അപ്പോൾ എപ്പോഴൊക്കെ നീതി, സമാധാനം, സന്തോഷം, എപ്പോ സന്തോഷം പോയാലും അതിന്റെ അർത്ഥം എന്നറിയാമോ? ആത്മാവ് കുറവാണെന്നാണ്. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും സമാധാനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നറിയാമോ? ആത്മാവ് കുറവാണെന്നാണ്. കാര്യം ദൈവരാജ്യം എന്താണ്? എന്ത്? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും. സോ ആ ഒരു സന്തോഷത്തിന്റെ അഭാവം ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് എന്താണ്? കർത്താവേ എനിക്ക് എന്ത് വേണം? ആത്മാവിനെ വേണം, കുറെ കൂടെ ആത്മാവിനെ വേണം. ഐ നീഡ് മോർ ഹോളി സ്പിരിറ്റ്. ഞാൻ അഭിഷേകമൊക്കെ പ്രാപിച്ചതാ, ഞാൻ അന്വേഷമൊക്കെ പറയുന്നുണ്ട്. പോളപ്പച്ചനൊക്കെ വന്ന് ചാടാൻ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ചാട്ടമൊക്കെ വന്നതാ മനസ്സിൽ. പക്ഷേ എന്നാലും അതിന്റെ കൂട്ടത്തിൽ എന്തുകൊണ്ട്? ഒരു കൈപ്പുള്ള വേരൂടെ മുളച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവേ അതിനെ വിട്ട് അത്രയും കൂടെ ആത്മാവിനെ എനിക്ക് തരണം. എല്ലാത്തിനും എടുത്തു കളഞ്ഞിട്ട് എന്ത് വേണം? ആത്മാവിനാൽ അങ്ങ് നിറയുന്ന ഒരു സ്റ്റേജ്. ആൻഡ് ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ he came back in the power of the Holy Spirit. അവൻ എന്ത് ചെയ്തു? ആത്മാവിന്റെ ശക്തിയോടെ അവൻ മടങ്ങി വന്നു. അപ്പൊ ആത്മാവിന്റെ നിറവുണ്ടായാൽ ആത്മാവ് നയിക്കും. ആത്മാവ് നയിച്ച് പരിശോധനകളിൽ അവൻ പ്രൂവൻ ആയി കഴിയുമ്പോൾ എന്താ? ഈസ് കമ്മിങ് ബാക്ക് വിത്ത് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഒരു കാര്യം ഞാൻ പറയാം, യു ക്യാൻ റിസീവ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഓൺലി ഇഫ് യു ആർ ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ആത്മാവിന്റെ ശക്തിയാൽ നിറയാൻ നിങ്ങൾക്ക് കഴിയുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ശക്തി എന്ന് പറഞ്ഞാൽ ചാടുകയും മറിയുകയും ചെയ്യുന്ന കാര്യമൊന്നും ഞാൻ പറഞ്ഞത്. ആത്മാവിന്റെ ശക്തി എങ്ങനെയുള്ളവർക്കാണ് ദൈവം കൊടുക്കുന്നത്? ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർക്കാണ്. ആത്മാവിനാൽ നയിക്കപ്പെടാത്തവന്റെ കയ്യിലെങ്ങാണ് ആത്മാവിന്റെ ശക്തി കിട്ടിക്കഴിഞ്ഞാൽ എന്തോ ഒരു അപകടമായിരിക്കും എന്ന് ആലോചിക്കണം. ദിസ് ഇസ് ഡുനാമിസ്. ഡുനാമിസ് എന്നുള്ള വാക്കാണ് ശക്തി എന്നുള്ളത് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈനമിക് പവർ ആണ്. ഈ ഡൈനമിക് പവർ എന്താണ്? പാറ പൊട്ടിക്കാൻ പറ്റുന്ന ഡൈനമിക്, ശരിക്കും കട്ടിയുള്ള പാറ പൊട്ടിക്കാനുള്ള ശക്തി ആത്മാവിനാൽ നയിക്കപ്പെടാത്തവന്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റിയൽ എന്താണ്? ഡിസാസ്റ്റർ. അതാണ് ദുരന്തം എന്ന് പറയുന്നത്. ഇന്നത്തെ ഒരു വലിയ പ്രശ്നം, കർത്താവ് എന്നെ ആത്മാവ് എന്നെ നയിക്കണം എന്ന് ആരും പ്രാർത്ഥിക്കുന്ന പോലും കേൾക്കുന്നില്ല. ഇന്ന് രാത്രി കർത്താവ് വന്നിട്ടുണ്ട് ഇതിന് ശക്തി പകരാനായിട്ട്. കർത്താവേ എന്നെ ശക്തിയാൽ നിറയ്ക്കണമേ. ഇതാണ് എല്ലാവരും പറയുന്നത്. ശക്തി അവിടെ കിടക്കട്ടെ. എന്താ ആവശ്യമായിരിക്കുന്നത്? വി നീഡ് ടു ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് വി നീഡ് ടു ബി ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ആൻഡ് വെൻ യു ആർ ടോട്ടലി ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്, എപ്പോഴും ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി കിട്ടിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ല. അല്ലാത്തവരുടെ ദൈവത്തിന് അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന സാധനമല്ല എന്ത്? ആത്മാവിന്റെ ശക്തി. ആൻഡ് he came back in the power of the Holy Spirit. എന്നിട്ട് ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ കർത്താവ് പറയാണ്, ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. നോക്കുക, I am anointed. His anointment is upon me. അവന്റെ അഭിഷേകം എന്റെ മേൽ ഉണ്ട്. അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്. ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്തിനാ അഭിഷേകം ചെയ്തിരിക്കുന്നത്? അതിനാണ് അഭിഷേകം ചെയ്തിരിക്കുന്നത്. അതിന് അല്ലാതെ ചാടാനും അറിയാനുമുള്ള അഭിഷേകമല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിനു വേണ്ടിയാണ് ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാനും ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. Why we need Holy Spirit? Because God has anointed me to preach. God has anointed me to redeem people from their bondages. കർത്താവ് എന്ത് ചെയ്തിരിക്കുന്നു? എന്നെ
അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുകയാണ്. എന്തിന്? ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, ദരിദ്രർക്ക് സുവിശേഷം. അതിനുവേണ്ടിയാണ്, അത് നമുക്കുണ്ട്, അതിനുവേണ്ടി അഭിഷേകം ചെയ്തിരിക്കുന്നത്. ആൻഡ് ജീസസ് വാസ് he said, എന്താണ്, എന്നെ അതിനുവേണ്ടി അഭിഷേകം ചെയ്തിരിക്കുന്നതുകൊണ്ട് കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. കർത്താവിന്റെ ആത്മാവ് എന്ന് പറയുന്നത് നമ്മൾ പൊട്ട് കളിക്കാൻ വേണ്ടിയുള്ളതൊന്നുമല്ല. കർത്താവിന്റെ ആത്മാവ് ഒരു പ്രത്യേകമായ ലക്ഷ്യത്തോടു കൂടെയാണ് നമുക്ക് നൽകുന്നത്. ഒരു ലക്ഷ്യത്തോടു കൂടെ നമ്മൾ ഓരോരുത്തർക്ക് ഓരോ കാര്യങ്ങൾ കൊടുക്കുന്നത് പല ലക്ഷ്യങ്ങളോടുകൂടെ ആയിരിക്കും, അല്ലേ? ഒരു ലക്ഷ്യവും ഇല്ലാതെ ചിലപ്പോൾ കൊടുക്കുമായിരിക്കും. അത് നമ്മൾ ഈ സമ്മാനമൊക്കെ കൊണ്ട് കൊടുക്കുമല്ലോ. രാവിലെ നമ്മൾ ഏതെങ്കിലും വീട്ടിൽ പോകുകയാണെങ്കിൽ ചിലപ്പം പിള്ളേർക്ക് കുറച്ച് മുട്ടായി വാങ്ങിച്ചു കൊടുക്കും. അതിനെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നും ഇല്ല, പ്രത്യേകിച്ച് ലക്ഷ്യമില്ല. കാര്യം അത് എന്തെങ്കിലും ആയിക്കോട്ടെ, പിള്ളേരുടെ പല്ല് പുഴു തിന്നാലൊന്നും നമുക്ക് എന്താ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് മിക്കപ്പോഴും ഈ സമ്മാനങ്ങളെല്ലാം ദോഷം ഉണ്ടാക്കുന്ന സമ്മാനങ്ങളാണ്. ഈ വീടുകളിൽ നമ്മൾ കൊണ്ടു കൊടുക്കുന്ന സമ്മാനം പിള്ളേർക്ക് ഗുണമുള്ളതൊന്നുമല്ല മിക്കപ്പോഴും, അത് പിള്ളേരെ നശിപ്പിക്കുന്നതാണ്. പക്ഷെ അപ്പൻ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് എന്തായിരിക്കും? ഒരു ലക്ഷ്യത്തോടു കൂടെയുള്ള കാര്യങ്ങളായിരിക്കും വാങ്ങിച്ചു കൊടുക്കുന്നത്, അല്ലേ? ഒരു ലക്ഷ്യത്തോടു കൂടെ. ഇതുപോലെ പിതാവ് നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ദാനം എന്ന് പറയുന്നത് ചുമ്മാ കളിക്കാൻ വേണ്ടിയുള്ളതല്ല. എന്താണ്? ഒരു ലക്ഷ്യത്തോടു കൂടെ. ഗോഡ് ഹാസ് എ സ്പെഷ്യൽ പർപ്പസ് ഇൻ ഗിവിംഗ് ഹിസ് ഹോളി സ്പിരിറ്റ്. അവന്റെ ആത്മാവിനെ, അവന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയതിന് ദൈവത്തിന് തീർച്ചയായിട്ടും ഒരു ലക്ഷ്യമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സോ വി നീഡ് ടു പ്രേ ഫോർ ദ ഹോളി സ്പിരിറ്റ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നതാണ്. ദേ വർ പ്രേയിങ് ഫോർ ദ ഹോളി സ്പിരിറ്റ്. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അതിന്റെ 49-ാം വാക്യത്തിൽ കർത്താവ് പറയാണ്, നിങ്ങൾ പിതാവിൽ നിന്ന് കേട്ട വാഗ്ദത്തം പ്രാപിക്കണമെന്ന് നിങ്ങൾ കാത്തിരിക്കണം, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നിങ്ങൾ നഗരത്തിൽ തന്നെ പാർപ്പിൻ. വാച്ച് ആൻഡ് പ്രേ ഫോർ ദ ഹോളി സ്പിരിറ്റ്. ആത്മാവിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ആവശ്യമുണ്ട്. അതുകൊണ്ട് വി നീഡ് ടു പ്രേ ഫോർ ദ ഹോളി സ്പിരിറ്റ്. അതിനെക്കുറിച്ച് ഞാൻ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയെ കുറിച്ച് ഞാൻ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു നിർത്തി എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ആ ഒരു വലിയൊരു ദാഹം നമുക്ക് അത്യന്താപേക്ഷിതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇനി അതിനോട് ചേർന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഈ സബ്ജക്റ്റ് ഒത്തിരി നമ്മൾ വി നീഡ് ടു പ്രേ ഫോർ ദ ഹോളി സ്പിരിറ്റ്. അത് വളരെ വിശാലമായിട്ട് നമ്മൾ പഠിക്കണം. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വളരെ നമ്മൾ ഗ്രഹിക്കേണ്ടതായ, വളരെ അത്യാവശ്യമായിട്ട് ഗ്രഹിക്കേണ്ടത്. ഏറ്റവും കൂടി നമ്മൾ മനസ്സിലാക്കണം, വി നീഡ് മോർ സ്പിരിറ്റ്. എനിക്ക് കൂടുതൽ ആത്മാവിനെ ആവശ്യമുണ്ട്. എന്തുകൊണ്ട് ആവശ്യമുണ്ട്? ബിക്കോസ് വിതൗട്ട് ദ ഹോളി സ്പിരിറ്റ് ജീസസ് കനോട്ട് ലിവ് ഇൻ മീ. ആത്മാവിലൂടെയാണ്, ആത്മാവ് വന്ന് എന്നെ ഒരുക്കുമ്പോഴാണ് യേശുവും പിതാവും കൂടെ വന്ന് എന്നിൽ താമസം തുടങ്ങുന്നത്. അങ്ങനെ ട്രിനിറ്റിയെ എൻ്റെ ഉള്ളിൽ കയറ്റാനാണ് പരിശുദ്ധാത്മാവ്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. യു അണ്ടർസ്റ്റാൻഡ്? വളരെ പ്രധാനപ്പെട്ട ഒരു വേദപുസ്തകത്തിന്റെ കാതലായ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പാടാണ്. എന്ത്? ദ ഹോളി സ്പിരിറ്റ്, ജീസസ് ക്രൈസ്റ്റ്, ഫാദർ, ദ ഹോളി ട്രിനിറ്റി വിൽ മേക്ക് യു ദെയർ ഹോം. ത്രിയേക ദൈവം നമ്മെ അവന്റെ വാസസ്ഥലമാക്കും. അതാണ് വലിയ പ്രോമിസ്. ദാറ്റ് ഈസ് ദ ബിഗസ്റ്റ് പ്രോമിസ്. അതിന്റെ ഇനീഷ്യൽ സ്റ്റേജ് ആണ് എന്ത്? ദ സ്പിരിറ്റ് ഈസ് കമ്മിങ് ആൻഡ് പ്രിപ്പയറിംഗ് us as a home for the Holy Trinity. വിശുദ്ധ തൃത്വത്തിന് താമസിക്കത്തക്ക രീതിയിൽ നമ്മളെ ഒരുക്കിയെടുക്കുന്ന, ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആ ഒരു പ്രവൃത്തി. അപ്പോഴാണ് യേശു ഭൂമിയിൽ എന്ത് പ്രവൃത്തി ചെയ്തോ അതും അതിനപ്പുറത്തുള്ളത് ചെയ്യാനായിട്ട് നമ്മളെ തന്നെ ഈൽഡ് ചെയ്യുന്നത്, ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മിലൂടെ എന്ത് ചെയ്യും? ദൈവം അവന്റെ പ്രവൃത്തി ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. വി നീഡ് ടു പ്രേ ഫോർ ദ ഹോളി സ്പിരിറ്റ്. ആത്മാവിന് വേണ്ടിയുള്ള പ്രാർത്ഥന, പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള പ്രാർത്ഥന അതുകൊണ്ടാണ് അത്യന്താപേക്ഷിതമായി തീരുന്നത്. ഓക്കെ, നമ്മൾ എന്തിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം എന്നുള്ളതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളത് വീണ്ടും നമുക്ക് മെനി തിങ്സ് ഇറ്റ് ഈസ് ഫോളോയിങ്. അതിനോട് ചേർന്ന് ഞാൻ ഉള്ളത് കൊണ്ട് പറയാണ്. വാസ്തവത്തിൽ ഇത് പിന്നീട് പറയേണ്ട ഒരു സബ്ജക്റ്റ് ആണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ പറയുകയാണ്. വി നീഡ് ടു പ്രേ ഇൻ ദ ഹോളി സ്പിരിറ്റ്. വി നീഡ് ടു പ്രേ ഫോർ ദ ഹോളി സ്പിരിറ്റ് ആൻഡ് വി നീഡ് ടു പ്രേ ഇൻ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ആത്മാവിൽ പ്രാർത്ഥിക്കുന്നതും രണ്ട് കാര്യങ്ങളാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 18-ാം വാക്യം, യൂദായുടെ ലേഖനം 20-ാമത്തെ വാക്യം. ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒത്തിരി സ്ഥലങ്ങളിൽ പൗലോസ് പറയുന്നു, ഞാൻ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഒത്തിരി സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ട് നാം ആത്മാവിൽ പ്രാർത്ഥിക്കണം? ഞാൻ പറഞ്ഞല്ലോ, വേദപുസ്തകത്തിലെ ഏത് ഭാഗം നമ്മൾ പഠിച്ചാലും ഏത് ഭാഗമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്കത് മനസ്സിലായി വരുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. എവിടെയും എന്തുകൊണ്ട് ഒരു ലിങ്ക് ഉണ്ട്. ബിക്കോസ് ഇറ്റ് ഇസ്, ഞാനൊരു കത്ത് എഴുതി കഴിഞ്ഞാൽ, ഇപ്പം ഞാനിപ്പം ആർക്കെങ്കിലും, ഒന്നുകിൽ എൻ്റെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ജെസിക്കോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ സപ്പോസ് ഇന്നൊക്കെയാണല്ലോ ടെലിഫോൺ കോൾസും മറ്റുള്ളത്, സപ്പോസ് ഞാൻ മാത്യുവിനോ അല്ലെങ്കിൽ വേറൊരാൾക്കോ ദൂരെ നിന്നൊരു കത്ത് എഴുതുകയാണെങ്കിൽ ആ കത്തിൻ്റെ ഏത് ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ലേ? പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണെങ്കിലും അവിടെയെല്ലാം എൻ്റെ ഹൃദയം കിടപ്പുണ്ട്. എന്നതുപോലെ നമ്മൾ ഈ വേദപുസ്തകത്തിലെ ഏത് ഭാഗം പഠിച്ചാലും ദൈവത്തിൻ്റെ ഹൃദയം അവിടെ കിടക്കുന്നത് കൊണ്ട് എവിടെ ടച്ച് ചെയ്താലും ഇതെല്ലാം ലിങ്ക്ഡ് ആയിട്ട് നമ്മൾ കിടക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒന്ന് പഠിച്ചിങ്ങനെ പോകുന്നതിനേക്കാൾ ഞാനിപ്പം എടുത്തിരിക്കുന്ന ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് വി ജസ്റ്റ് പഠിച്ചു വരുന്നത് പഠിച്ച് അങ്ങ് പോകാന്നുള്ളേ ഉള്ളൂ. സോ ഇതിന്റെ ലിങ്ക് ഒത്തിരി സ്ഥലങ്ങളിൽ കിടപ്പുണ്ട്. അത് നിങ്ങൾ തനിയെ ഇരിക്കുമ്പോൾ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇവിടെ ആത്മാവിൽ പ്രാർത്ഥിക്കേണ്ടതിന്റെ അല്ലെങ്കിൽ
why we need to pray in the Holy Spirit. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മതലത്തിലാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ബുദ്ധിയുടെ തലത്തിലല്ല കാര്യങ്ങൾ നടക്കുന്നത്, ഭൗതിക തലത്തിലുമല്ല നടക്കുന്നത്, ആത്മതലത്തിലാണ് കാര്യങ്ങളുടെ കാതലായ കാര്യങ്ങൾ നടക്കുന്നത്. എല്ലാത്തിൻ്റെയും ഭൗതിക തലത്തിൽ നടക്കുന്ന, അതായത് ദൃശ്യ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അദൃശ്യ യാഥാർത്ഥ്യങ്ങളുടെ ഒരു പ്രതിഫലനം മാത്രമാണ്. ക്രിസ്ത്യാനിത്വത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏതാണ്? ക്രിസ്ത്യാനിത്വം ദൃശ്യ ലോകത്തിന്റെയും അദൃശ്യ ലോകത്തിന്റെ ഒരു മിക്സ്ചറാണ്. ശരിക്കും ആത്മീയ യാഥാർത്ഥ്യങ്ങൾ എവിടെയാണ് നടക്കുന്നത്? അദൃശ്യ ലോകത്തിലാണ്. ആ അദൃശ്യ ലോകത്തെ പ്രവേശിക്കാത്തവന് ഒന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല, എന്തോ നടക്കുന്നതെന്ന് പോലും അറിയത്തില്ല. ആ ഹെവൻലി റെൽത്തിലേക്ക് നമുക്ക് കയറാനുള്ള ഒരു വാതിലാണ് വാസ്തവത്തിൽ ആത്മാവിലുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ലോകത്തിലേക്ക് 115 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 16 വാക്യത്തില് സ്വർഗം യഹോവയുടെ സ്വർഗം ആകുന്നു, ഭൂമി അവൻ മനുഷ്യന് കൊടുത്തിരിക്കുന്നു. അഥവാ സ്ഥലം എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ പറയുന്നത്. എർത്ത്ലി റെൽം ആൻഡ് ഹെവൻലി റെൽം. ആ ഹെവൻലി റെൽം അവിടെ ആരാ പ്രവർത്തിക്കുന്നത്? ഇറ്റ് ഈസ് ഗാഡ്. ഭൂമിയിലെ റെൽം ആരാ പ്രവർത്തിക്കുന്നത്? ഇറ്റ് ഈസ് ഗാഡ്. ബട്ട് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പലപ്പോഴും കാണുന്നത് എന്ത് മാത്രമാണ്? ഈ ഭൂമിയിലെ റെൽം മാത്രമാണ്. ഭൂമിയിലെ റെൽം അല്ലെങ്കിൽ ഭൂമി മണ്ഡലം അല്ലെങ്കിൽ ഭൗമിക കാര്യങ്ങൾ, ഭൗതിക ലോകത്തിൽ നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് കാണുന്ന കാര്യങ്ങൾ മാത്രം അറിയുകയും അനുഭവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ പിന്നിലെ ദൈവികതയോ അല്ലെങ്കിൽ ദൈവം ഇതിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നോ ലക്ഷ്യമാക്കുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയത്തില്ല. സോ ഇവിടെ ദൈവം സ്വർഗത്തില് അല്ലെങ്കിൽ ദൈവം ഹെവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഡോണ്ട് തിങ്ക് ദാറ്റ് ഗാഡ് ഈസ് സിറ്റിംഗ് സംവെയർ ഇൻ ദ സ്കൈസ് ആൻഡ് വി ആർ സ്റ്റേയിങ് ഹിയർ. അങ്ങനല്ല ഇതിന്റെ അർത്ഥം. ദൈവം അങ്ങ് ദൂരെ സ്വർഗത്തിൽ കണ്ടിരിക്കുകയാണ് നമ്മളിവിടെ എന്നുള്ള അർത്ഥത്തിലല്ല. ദൈവത്തിന്റെ ഒരു ലോകമുണ്ട്, മനുഷ്യന്റെ ലോകവും അങ്ങനെ കണക്കാക്കിയാൽ മതി. ദൈവത്തിന്റെ ലോകവും മനുഷ്യന്റെ ലോകവും. അപ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ ലോകം ഈ ഭൂമിയുടെ ലോകത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരണമെന്നാണ്.